അങ്ങനെ നോക്കിയതാ സ്മെല്ല് ഉണ്ടാവും. നമ്മുടെ ആദ്യത്തെ പ്രശ്നം മാറിയെന്ന് നോക്കും. ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം സ്മെല്ലായിരുന്നു. ഒന്ന് മണത്ത് നോക്കിയേ. സ്മെല്ല് മാറിയില്ലേ? സ്മെല്ല് മാറി. കുടിക്കണ്ട, കാരണം നമുക്ക് കുഴൽ കിണറിൽ നിന്ന് വന്നതിന്റെ പേരിലേ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ചെക്കപ്പ് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ബാക്ടീരിയയുടെ സാധനം ഉണ്ടാവും, നമുക്ക് പ്രൊഡക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കുടിക്കണ്ട. കുടിക്കാണ്ട് നമുക്ക് പ്യൂരിഫയർ നോക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന നോർമൽ ആയില്ലേ? ഓക്കെ ഓക്കെ, സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് അതിരപ്പള്ളിയിലാണ് കേട്ടോ. അതിരപ്പള്ളിയിൽ ഒരു റിസോർട്ടിന്റെ വർക്ക് വേണ്ടി വന്നേക്കാണ്. അതിരപ്പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർഫോൾസിന്റെ തൊട്ടടുത്തായിട്ട് വരും. അതിരപ്പള്ളി എന്നാണ് റിസോർട്ടിന്റെ പേര്. അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെസൽ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ 2 വെസലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു മൾട്ടിമീഡിയയും അതേപോലെ തന്നെ ഒരു അയൺ റിമൂവറും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട്. വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര സ്മെല്ലാണ് വെള്ളത്തിന്, അതായത് ഒരു ബാഡ് സ്മെല്ല്. H2Sന്റെയും അതുപോലെ തന്നെ അയണിന്റെയും മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് അത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. പിന്നെ അയണിന്റെ സാന്നിധ്യം ഉണ്ട്. അതുകൂടാണ്ട് ടർബിഡിറ്റി ലൈറ്റ് ആയിട്ടുണ്ട്. പിന്നത്തെ കേസ് എന്ന് പറയാനായിട്ട് TDS, കണ്ടക്ടിവിറ്റി, അതുപോലെ ഹാർഡ്നെസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വേറെ ഉണ്ട് സൈഡിൽ കൂടി. അപ്പൊ ഇവരുടെ മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുമ്പോൾ സ്മെല്ലും അതേപോലെ തന്നെ നമ്മുടെ അയണിന്റെ സാന്നിധ്യവും ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെസൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയിരുന്നു ഇവിടെ. അപ്പൊ ഇവിടുത്തെ പെർ ഡേ കൺസംഷൻ എന്ന് പറയുമ്പോൾ 2000 ലിറ്റർ ആണ് ഇവിടുത്തെ പെർ ഡേ കൺസംഷൻ. അപ്പൊ അതിന്റെ പേരിൽ 2 വെസലാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. 1384 ടാറ്റയുടെ 2 വെസൽ, 2 ടൈപ്പ് ഫിൽട്രേഷൻ സിസ്റ്റം ആയിരിക്കുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ റിസോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് ഈ സൈഡിൽ കാണുന്ന റിസോർട്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ. അതിരപ്പള്ളി ഇന്നാണ് റിസോർട്ടിന്റെ പേര്. വാട്ടർഫോൾസ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 1/2 കിലോമീറ്റർ കഷ്ടിച്ചുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ റിസോർട്ട്. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഇന്നത്തെ വർക്ക്. അപ്പൊ ഒട്ടും സമയങ്ങളാണ് നമുക്ക് അകത്തോട്ട് പോവാം. ഞാൻ അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ നേരെ നമുക്ക് വെക്കേണ്ട സ്ഥലത്തേക്ക് പോവാം. ബൈ. അപ്പൊ കൂട്ടുകാരെ, നമ്മളത് റിസോർട്ടിന്റെ ഏറ്റവും മുകളിൽ കയറിയേക്കാം കേട്ടോ. സെന്റ് സൈഡിൽ നമുക്ക് വെക്കേണ്ടത്. അപ്പൊ ഞാൻ കാണിച്ചു തരാൻ വെക്കാനുള്ള ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ബൈ. ഇത് സൂക്ഷിച്ചു പോരട്ടോ. ഈ ഗ്യാപ്പിൽ കൂടി തന്നെ ഇവിടെ പോരണം. അപ്പൊ സ്ഥലപരിമിതി ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് നോക്കി കണ്ടൊക്കെ നടക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ട്രക്ചർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം നമ്മൾ പറയിപ്പിച്ച് റെഡിയാക്കിയതാണ് കേട്ടോ. കാരണം നമ്മുടെ വെസൽ നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. അപ്പോ നമുക്കൊരു എന്താ പറയാ, വെച്ച് കഴിയുമ്പോൾ പിന്നെ ഫുള്ളി കൺജസ്റ്റഡ് ആവും. നമുക്ക് അങ്ങനെ പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പൊ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ലാൻഡിങ് ഏരിയ മാരെ ഇങ്ങനെ റെഡിയാക്കിയതാണ് സ്ട്രക്ചറിൽ. അപ്പൊ ഇതിനകത്തായിരിക്കും വെസൽ വരണത്. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. നമ്മുടെ ലൈൻ ഇറങ്ങിയേക്കണ ഈ വഴിയാണ്. 2 ഇഞ്ചിന്റെ ലൈനാണ്, ഗ്രാവിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 2 ഇഞ്ചിന്റെ ലൈനിൽ നമ്മൾ കട്ട് ചെയ്ത് നേരെ ടീ അടിച്ച് നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെക്കും. അവിടെ വെച്ചിട്ട് തിരിച്ച് നമുക്ക് ആ ലൈൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വീണ്ടും വന്ന് ലൂപ്പാവും. ഇതാണ് നമ്മുടെ വർക്ക് ഇന്നത്തെ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ നമുക്കിപ്പോ ക്ലയൻസ് ഉണ്ട്. അതൊരു 10 മണി 11 മണിയൊക്കെ ആവും ഇവിടുന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആ സമയത്ത് കണ്ട് നമുക്ക് ലൈൻ കട്ടിങ് നടക്കുള്ളൂ. അപ്പൊ അതിന് മുന്നേ നമുക്ക് വെസലെല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പൊ അതിന് നമ്മൾ വെസൽ റെഡിയാക്കിയതിന് ശേഷം ലൈൻ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ടാങ്ക് കാലിയാക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഇവർ പോയതിനു ശേഷം മാത്രമേ നടക്കുള്ളൂ. അപ്പോ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒട്ടും സമയം കളയാനില്ല. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ. നിൽക്കുന്നിടത്തുള്ള സ്ഥലപരിമിതി മൂലം ട്രൈപോഡ് സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വീഡിയോയിലുള്ള അപാകതകളൊന്ന് ക്ഷമിച്ചൊന്ന് സഹകരിക്കണം കേട്ടോ എല്ലാവരും.
കൂട്ടുകാരെ എല്ലാവരും ഇങ്ങോട്ട് നോക്കണം കേട്ടാ. നമ്മളിത് ഇവിടെയാണ്, സെൻസൈഡിന്റെ മേലെയാണ്. നമ്മുടെ ക്യാമറമാൻ നമ്മുടെ ഫ്രണ്ട് താഴെയുണ്ട്. ഞാൻ ഇങ്ങനെ നിന്ന് എടുക്കാൻ കാരണം നമുക്ക് ഇവിടെ സ്ഥലപരിമിതി ഉണ്ട്. അതുകൊണ്ടാണ് താഴത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ ലൈനും ചാർജ് ചെയ്തു, എല്ലാം ഓക്കെയാണ്. നമ്മളുടെ സ്മെല്ലും പോയി, അതിന്റെ കളർ വ്യത്യാസവും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, നോർമൽ ആയിട്ടുണ്ട് വെള്ളം. അപ്പോ ഞാനപ്പോ അതൊന്ന് വിശദീകരിച്ച് തരാം. നമ്മുടെ ഇറങ്ങി വരുന്ന ലൈൻ 2 ഇഞ്ചിന്റെയാണ്. അതുമേ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റിയിരിക്കുന്നത്. അത് തന്നെ നമ്മൾ ഫിൽറ്റർ വഴി ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ലൈനാണിത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ സാധാരണ കൊടുക്കാറുള്ള ഒരു ബൈപ്പാസ് വാൽവ് അത് പടച്ച് വെച്ചേക്കാണ്. നേരിട്ട് നമ്മുടെ ഫിൽറ്ററിലേക്ക് കയറുകയാണ്. അപ്പൊ നേരെ വരുന്നത് നമ്മുടെ ആദ്യത്തെ ഫിൽറ്ററിൽ വന്ന് ഇവിടെ വന്ന് ഇതിലേക്ക് എൻ്റർ ആയതിനു ശേഷം നമ്മളിവിടെ ഫിൽട്രേഷൻ നടന്നിട്ട് അടുത്ത ഫിൽറ്ററിൽ പോയി അവിടെ നിന്ന് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു ലൈൻ വഴി കാണേണ്ടതെന്ന് വിചാരിക്കാം നമുക്ക്. ഈ ഒരു ലൈൻ വഴി നേരെ വീണ്ടും നമ്മളുടെ ഇവിടെ വന്ന് ലൂപ്പ് ആവുകയാണ്, ഫിൽറ്റർ വാട്ടർ അകത്തോട്ട് പോയാണ്. പിന്നെ ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മോട്ടറിന്റെ ബാക്ക് വാഷ് ആണ്, പ്രഷർ ബാക്ക് വാഷ്. എങ്ങാനും നമുക്ക് ഗ്രാവിറ്റി ബാക്ക് വാഷിൽ അഴുക്ക് പോകാത്തൊരവസ്ഥ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു അടുത്ത ഓപ്ഷനാണ് പ്രഷർ ബാക്ക് വാഷ്. നമ്മുടെ പമ്പിൽ നിന്ന് വരുന്ന കണക്ഷൻ വഴി ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ. അപ്പൊ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ ഒരു 6 മണിയാവുന്നു അതിരപ്പള്ളിയില്. ഇരുട്ടായി തുടങ്ങി, നമ്മൾ കാലത്തെ വന്നതാണ്. അപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ കെയർ ടേക്കർ ഉണ്ട്, മിസ്റ്റർ ബാബുവിനോട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ വർക്ക്, വെള്ളത്തിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി നമുക്ക് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഓ ചേട്ടാ നമസ്കാരം. നമ്മുടെ വർക്ക് കഴിഞ്ഞുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ചേട്ടന്റെ ഒന്ന് നോക്ക്, നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ നോക്ക്. നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നത് സ്മെല്ലല്ലേ, സ്മെല്ലും അതുപോലെ തന്നെ അയണിന്റെ സാധനത്തോട് മെയിൻ ആയിട്ടുണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ട് വളർന്നത്, കണ്ടക്ടിവിറ്റി, TDS, ഹാർഡ്നെസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് വേറെ ഹാർഡ്നെസ് മാറ്റണമെങ്കിൽ നമുക്ക് വേറെ സോഫ്റ്റ്വെയർ വെസൽ വെക്കണം. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊരു ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പിന്നെ അതിനൊന്ന് മാറിയത് നമ്മൾ. അപ്പോൾ ബാക്കി നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ കൺസേൺ എന്ന് പറയുമ്പോൾ സ്മെല്ലും നമ്മുടെ അയണിന്റെ സാന്നിധ്യം വരുന്നു, രണ്ടും മാറിയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ഒന്ന് വെള്ളം എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, നമ്മളൊന്ന് സ്മെല്ലൊക്കെ ചെയ്ത് നോക്ക്. എന്നിട്ട് എന്താണെന്നുള്ള കാര്യം ചേട്ടനൊന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയും. അതുപോലെ തന്നെ വർക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരം. എങ്ങനെയൊക്കെ നോക്കിയേട്ടാ, സ്മെല്ലുണ്ടോ? നമ്മുടെ ആദ്യത്തെ പ്രശ്നം മാറിയൊന്ന് നോക്കും. ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം സ്മെല്ലായിരുന്നു. സ്മെല്ലാണ്. ഒന്ന് മണത്ത് നോക്കിയേ. സ്മെല്ലില്ല. സ്മെല്ല് മാറിയില്ലേ? സ്മെല്ല് മാറി. കുടിക്കണ്ട, കാരണം നമുക്ക് കുഴൽ കിണറിൽ നിന്ന് വന്നതിന്റെ പേരിലേ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ചെക്കപ്പ് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ബാക്ടീരിയയുടെ സാധനം ഉണ്ടാവാം, നമുക്ക് അതൊന്നും പ്രൊഡക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കുടിക്കണ്ട, കുടിക്കാണ്ട് നമുക്ക് പ്യൂരിഫയർ നോക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന നോർമൽ ആയില്ലേ? ഓക്കെ ഓക്കെ, സാറ്റിസ്ഫൈഡ് അല്ലേ? സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, കട്ടി കുറഞ്ഞു. പിന്നെ നമ്മുടെ സ്മെല്ലും പോയിട്ടുണ്ട്. നമ്മുടെ മെയിൻ കൺസേൺ അതായിരുന്നു, സ്മെല്ല് മാറ്റാന്നുള്ളതാണ്. സ്മെല്ലും നമ്മുടെ അയണിന്റെ സാന്നിധ്യം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾക്കും കാര്യങ്ങൾക്ക് വ്യക്തത വന്ന് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നീങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് വീഡിയോയുടെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.